ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് നിന്ന് നേരെ വെക്കുകയാണെന്ന് പറഞ്ഞത് നേരത്തെ കാലത്തെ അടുക്കളയൊക്കെ ഇറങ്ങിക്കണ്. എന്നിട്ട് എന്താ ഉണ്ടാക്കേണ്ടി ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിനി. ലാസ്റ്റ് ഇജാണോ പറഞ്ഞ ചോറ്? അപ്പൊ കൊറേ എന്നോട് വന്നിട്ടാണ്ട് ചോദിക്കും എന്താ ഉണ്ടാക്കണ്ടേ, കൊറേ പൊണ്ണൂനടുത്ത് എന്താ ഉണ്ടാക്കണ്ടേ അമ്മ. അതന്നെ, നമ്മളൊക്കെ ഒരു ഭാഗ്യം തന്നെ ആലോചിച്ചൊക്കെ എല്ലാരുള്ളപ്പോഴേ അല്ലേ പഠിച്ച ആയുസിന് നീട്ടി കൊടുക്കട്ടെ. പെൺകുട്ടികളെ അപ്പം എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് ഫൈനലി കപ്സ ചെയ്യുന്നു കേട്ടോ. കപ്സ ഒറിജിനലാണോ ഡ്യൂപ്ലിയാണോ എന്നൊന്നും അറിയില്ല. ഒറിജിനൽ അല്ലേ, ഒറിജിനൽ തന്നെയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ കപ്സയൊക്കെ അടുപ്പത്തായിരുന്നു കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേനും കപ്സയൊക്കെ അടുപ്പത്തയക്കണം. പിന്നെന്താന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല എന്നാണ് കരുതുന്നത്. ഇനി വേറെ എന്താ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ചോറ് തിളക്കൽ തുടങ്ങിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കപ്സ തിളച്ചോണ്ടിരിക്കണം കേട്ടോ. ഒറിജിനൽ തന്നെയാണ് കാരണം ചിലപ്പണ്ട് ഉമ്മക്കൊരു ഡൂബിൾ ഉണ്ടാക്കല്. ഒറിജിനലാവില്ല. ഓണം വേവിക്കണ്ട കേട്ടമ്മ. ഇമ്മമ്മ ഉള്ളന്ന് ഇമ്മമാക്ക് ഈ കബ്സയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. കബ്സ ആയാലും മന്തി ആയാലൊക്കെ അമ്മ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉമ്മ എന്താട്ടോ ഇമ്മമാക്ക് തിന്നാന് പറഞ്ഞാൽ നല്ലോണം വേവിക്കും. എന്നിട്ട് വേവിച്ച് കാണ്ട് ഇപ്പം ചേലായി. എന്നിട്ട് ഇമ്മ എപ്പോഴും നല്ലോണം വേവിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമുക്ക് നോമ്പുറക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയായി. കബ്സൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അതാണ് അയക്കാണ്ട് ഇട്ട് ഒക്കെ അയക്കിട്ട് കാണ്ടാണ്ട് മൂടി വെച്ചാതിയല്ലോ. അപ്പോൾ കുക്കറിൽ കൊള്ളാത്തതിനോടെ തോന്നുന്നുണ്ട് ചെമ്പിലൊക്കെ വെച്ചിക്കണ്. പിന്നെ ഇന്ന് കാരക്കപ്പൊരി ഉണ്ട് കേട്ടോ. നോമ്പായാലും എനിക്ക് കാരക്കപ്പൊരി കിട്ടിയിട്ടില്ല. ഞാൻ കാരക്കപ്പൊരിൻ്റെ ആളാട്ടോ. എല്ലാവർക്കും ഇഷ്ടമല്ല കാരക്കപ്പൊരി. കാരക്കപ്പൊരിയും കട്ട്ലേറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സമൂസ ഇഷ്ടം തന്നെയാണ്. സമൂസയും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ വർഷത്തെ റമദാന് സമൂസയും കിട്ടിയിട്ടില്ല. പിന്നെ ഇനിയും ഉണ്ടല്ലോ കുറേ ദിവസം, 4 എണ്ണം ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുക, സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പൊണ്ണൂൻ്റെ സ്പെഷ്യൽ കൊക്കവാട ഉണ്ട്. അപ്പോൾ കൊക്കവാടക്കുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഉള്ള ചിക്കൻ പൊരി ആട്ടോ അല്ലേ. ഇതാർക്കൊക്കെ അപ്പോൾ കിട്ടാന്നൊന്നും എനിക്കറിയില്ല. കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ പൊണ്ണൂൻ്റെ ഇതാ തീർച്ചയായിട്ടും നീക്കുക. ഇതാണ് അവളെ കൊക്കവാടൻ്റെ മാവ്. അപ്പൊ നമ്മള് തോനാളൊന്നും ഇല്ലാത്തതിനോട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. കുറച്ചായാലും കുറെ ഉണ്ടാവും. പൊരിഞ്ഞു വരും തന്നെ ഇത്തിരി ഇടുന്നതിനോട് കുറെ ഉണ്ടാവും അപ്പോൾ പറയുന്നത്. എനിക്ക് പിന്നെ കൊക്കവാട അത്ര വലിയൊരു ഇഷ്ടമില്ല. പിന്നെ കുറച്ച് തിന്നും ഉണ്ടാക്കണല്ലേ ഉണ്ടാക്കണ്ടോ. അപ്പൊ ഉണ്ടാക്കിക്കോ. അപ്പോൾ പൊണ്ണും മയോണൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ടാണ് കൊക്കവാടയൊക്കെ. അപ്പം നമുക്ക് തിന്നാം, ടേസ്റ്റ് ഉണ്ടാവും. ഓളുള്ളതിനോട് പിന്നെ ഓൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. മാഷാ അല്ലാഹ്, കുറേ വർഷത്തിന് ശേഷം ഏട്ടത്തിന് എങ്ങനെ കിട്ടുന്നത്, ഒരുമിക്കണത് കുറേ വർഷത്തിന് ശേഷം. കാരണം ഇല്ലെങ്കിൽ ഞങ്ങള് എൻ്റെ കല്യാണം കഴിഞ്ഞാലും ഓളെ കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടേക്കാരോ ഒപ്പം നിൽക്കണം. അതിലൂനെ പ്രസവിച്ച അന്ന് ഇതേപോലെ നോമ്പിനുണ്ടായി. പക്ഷെ അന്ന് ഓളിങ്ങനെ അടുക്കളേക്കൊന്നും വരലും കുക്ക് ചെയ്യലൊന്നും ഇല്ല. അന്ന് ഞങ്ങള് ഷെഡിലേനി കേട്ടോ. അപ്പൊ ഈ വർഷത്തെ നോമ്പ് കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഓള് ഇങ്ങനെ നോമ്പിന് ഉണ്ടാക്കി തരുന്നതും നിൽക്കുന്നതൊക്കെ. 2 പെൺകുട്ടികളും ഇങ്ങനെ നോമ്പിന് നിൽക്കുന്നത് കുറേ വർഷത്തിന് ശേഷമായിട്ട് ഒരുമിച്ച്. ഇല്ലെങ്കിൽ ഞങ്ങൾ വരും, നോമ്പറക്കാൻ വരും. ഒരു നോമ്പ് സൽക്കാരം ഉണ്ടാവുമല്ലോ, അതിന് വരും. നോമ്പ് തുറന്നു ഓള് ചിലപ്പോൾ നോമ്പ് തുറന്ന് അന്ന് അപ്പം തന്നെ പോകും. രാത്രി തന്നെ ഓള് പോകും. ഞാൻ ചിലപ്പോൾ നിൽക്കും. ഞാൻ അധികം നിൽക്കലുണ്ടില്ല അമ്മ. ഒരു 3-4 ദിവസമൊക്കെ ഞാൻ നിൽക്കലുണ്ട്. ഇവള് വേഗം പോകലുണ്ട്. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇപ്പോൾ ഓളെ കിട്ടണത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഉണ്ടാക്കി തരികയാണ്. ഇമ്മ എന്തോ പറയുന്നത് കേട്ടോ. മെല്ലെ പറയണത് കേക്ക്. എല്ലാവർക്കും നല്ല മഴയൊക്കെ പെയ്ത് കാരണം ഞങ്ങൾക്ക് മാത്രം മഴ പെയ്തില്ല കേട്ടോ. എന്താന്ന് അറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിട്ടാ തോന്നുന്നുണ്ട്. മഴ ഞങ്ങൾക്ക് മാത്രമേ പെയ്തില്ല. അമ്മേന്റെ അനിയത്തി വിളിച്ചപ്പോഴും പറയുന്നുണ്ട് നല്ല മഴയേനി അങ്ങോട്ടൊക്കെ. പോക്കുണ്ടായിനല്ലോ. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിനല്ലോ. മിന്നലും ഇടി ഉണ്ടായിനി നമുക്ക്. വൈകുന്നേരം ഇടിയൊക്കെ ഉണ്ടായിട്ടോ ഞങ്ങൾക്ക്. പക്ഷെ മഴ പെയ്തില്ല.
മഴ പെയ്തിട്ടില്ല. അപ്പൊ ഉമ്മ നിസ്കരിച്ചാൻ പോയിട്ട് ഉമ്മ സാധാരണ നിസ്കരിച്ചിട്ടാണ് അടുക്കളയ്ക്ക് വരല്. ഞാൻ നിസ്കാരം കഴിച്ചാണ്ട് അടുക്കളയ്ക്ക് തന്നെ. ഉമ്മ ഇന്ന് ആവൂലെന്നും പറഞ്ഞ് നേരത്തെ ഇറങ്ങി വന്നതാണ്. 5:30 സിമ്പിൾ മയോണൈസ് ഉണ്ടാക്കാൻ പോവാട്ടോ. ഇവള് മയോണൈസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ. കോഴിമുട്ട ഇജ്ജ് എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുമ്പോ ഇന്റേത് അങ്ങനെ പോലെ തന്റെ കണ്ണിന് ചോപ്പ് തടച്ചിലുണ്ട്. ഇതാണോ അതോ എന്റെ പിരികാണ്? ഇടയ്ക്കിടയ്ക്ക് പിരിക കണ്ണ് ചാടും, അല്ലെങ്കിൽ പിരിക വളയും. പക്ഷെ അത് നല്ല ചോപ്പുണ്ട്. അപ്പൊ വെളുത്തുള്ളി അരിഞ്ഞിടുക. ഇതിന് അരിയുന്നത് അരിയില്ല. ഇത് അരിയില്ല. ഇതില് ഈ ജാറായോണ്ട് അരിയില്ല. ചെറിയ ജാറാണെങ്കിൽ നമ്മള് വെളുത്തുള്ളിനെ ചതക്കിയിട്ടല്ല ഇടുക. അപ്പൊ വെളുത്തുള്ളി ഇടുക, പിന്നെ മുട്ട ഇടുക. മുട്ട തീരുക. കുഴപ്പഞ്ഞ് മുട്ട തീരും. മുട്ട തീരാതെക്കോ? കാരണം മുട്ട യൂസ് ചെയ്യുന്നത് പ്രസവിച്ചതിനോട് ഞങ്ങക്ക് മുട്ട ഉള്ളതിനോട് മുട്ട വാങ്ങേണ്ടി വന്നില്ല. ഇനിയിപ്പൊ മുട്ട തീരും. മുട്ട തീരുന്ന വിഷമാണ് കേസ്. അതന്നെ. എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അതിക്ക് കോഴിമുട്ട വേണം. കോഴിമുട്ട ഇല്ലാത്തൊരു സംഭവം തന്നെയല്ല. അപ്പൊ കോഴിമുട്ട ഉള്ളതിനോട് ഇപ്പൊ നമുക്കെല്ലാം കൊണ്ടു പലഹാരം ഉണ്ടാക്കാനൊക്കെ കുല്യ കോഴിമുട്ടി ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല. അപ്പൊ ഒക്കെപാട് വാങ്ങണ വിചാരിച്ചാണ്ട് അപ്പൊ ഉണ്ടാക്കൂല. അപ്പൊ ഇപ്രാവശ്യം എല്ലാ സാധനവും ഉള്ളതിനോട് നമുക്കെല്ലാം സുഖമായി എന്ന് പറയാനൊക്കെ കയ്യല്ലോ തുടങ്ങിക്കണം. കുറച്ചധികം നീട്ടി ഉണ്ടാക്കിയാളാ. പിന്നെ ഈ നോമ്പറന്ന പള്ളേക്ക് ചിലപ്പേ പറ്റൂല. അപ്പൊ ജ്യൂസ് അടിക്കാൻ ഇന്ന് ഞെത്തൂല്ലല്ലോ. ഇല്ല തോന്നണേ. വത്തക്കൊക്കെ ഒന്ന് നോമ്പള്ളന്മാരുണ്ട് കേട്ടോ ഇവിടെ. നോമ്പെടുക്കാത്തതില്ലേനോട് വത്തക്കൊക്കെ ഓല് തീരുമാനാക്കിക്കണ്. ഓറഞ്ച് ഉണ്ടായിനി, അതും തീരുമാനാക്കിക്കണ്. ജ്യൂസ് അടിക്കാനൊന്നുമില്ല കേട്ടോ. ചെറുനാരങ്ങ അടിക്കേണ്ടി വരും. അപ്പൊ അവിടെ കച്ചറ തുടങ്ങിയേക്കണ് കേട്ടോ. അവിടെ 3 ആളും കൂടി അവിടെ ഫോഗാണ്. ഇനിയിപ്പൊ കച്ചറ തുടങ്ങിയേക്കണ്. അപ്പൊ ഉമ്മ ചോറൊക്കെ ഇളക്കാൻ ഏൽപ്പിച്ച് പോയിക്കണം കേട്ടോ. പറഞ്ഞപ്പോഴാണ്. മയോണൈസ് റെഡിയായി. കൊക്കവടയ്ക്കും ചോറുക്കും ഒക്കെ ഉള്ള മയോണൈസാണ്. അപ്പൊ ഇനി കാരക്കപ്പൊരി തുടങ്ങല്ലേ. കാരണം കാരക്കപ്പൊരി പൊരിച്ചിട്ട് വേണം കൊക്കവട പൊരിക്കാൻ. അതും പൊരിച്ചിട്ട് വേണം കോഴി പൊരിക്കാൻ. അതാ പറഞ്ഞപ്പോ ഉമ്മാക്ക് ബേജാറ് തുടങ്ങിയിട്ട് ഉമ്മ വിചാരിച്ച് ഉമ്മാന്റെ ചോറല്ലേ ഉള്ളൂ, അപ്പൊ വേഗം ആക്കരുത്. ഉമ്മ വേഗം ആക്കിയത്. ഉമ്മാക്കൊക്കെ വേഗം ഉണ്ടാവണം. ഇച്ചാണെങ്കിലോ വേഗമായ പിന്നെ ഇങ്ങനെ കുറെ നേരം നമ്മള് വെറുതെ ഇരിക്കണ്ടേ. അപ്പൊ സമയം തീരെ പോവാത്തതിരിയാ. എന്താ അമ്മച്ചി ഒന്ന് പറ. ജ്യൂസ് അടിക്കാനോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കിനെ. അപ്പൊ ഫ്രിഡ്ജ് അത് തുറന്നപ്പോഴാണ് കക്കരിക്ക കണ്ടത്. കക്കരിക്ക അതുള്ള ഓർമ്മയില്ല. അതിപ്പോ എന്ന് വാങ്ങിയത്. അന്ന് ഞങ്ങളാ സാധനം വാങ്ങിയില്ലേ, അന്ന് വാങ്ങിയത്. ഇനി അതിന് ഓർമ്മയില്ല. കേടെന്നു നല്ലതന്നെ കേട്ടോ. അപ്പൊ ഇനി കാരക്കന്റെ കുരുവൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കട്ടെ. കാരക്കപ്പൊരി തുടങ്ങട്ടെ കേട്ടോ. സമയം അയക്കണം. 5:45 ആയി തോന്നുന്നുണ്ട്. അപ്പം കാരക്ക പൊരിച്ചിട്ടാണ്ട് മറ്റൊക്കെ പൊരിക്കാൻ ഫസ്റ്റ് മധുരമുള്ള പൊരിക്കായിരിച്ചു. അപ്പൊ ഇതിന്റെ കുരുവൊക്കെ കഴിഞ്ഞ് റെഡിയാക്കട്ടെ. പൊണ്ണു കക്കരിക്കണ തോലൊക്കെ ചെത്തൽ തുടങ്ങിയേക്കണം കേട്ടോ. പൊണ്ണു ജ്യൂസ് അടിക്കലൊക്കെ തുടങ്ങി. ഇങ്ങോട്ടാണ് പൊട്ടണേ. കുട്ടിനെയും പിടിച്ചാടി ഇരിക്കണ്ട്. ഇന്നലെ അമ്മച്ചിക്ക് ഫുള്ള് പണിയാണ്. ഇന്ന് ഫുള്ള് റെസ്റ്റ് ആട്ടോ. ഒന്ന് റെസ്റ്റ് ആയി അവിടെ കുത്തിറക്കണ്ട്. ചോറച്ച് അതല്ലേ ഉള്ളൂ. പിന്നെ അവിടെ കുത്തിറക്കാണ്. അവിടെ കുത്തിറക്ക. അപ്പൊ കുട്ടീനെയും മടി വെച്ചിക്കാണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാരക്കൊക്കെ പൊരിക്കട്ടെ കേട്ടോ. പൊണ്ണു ജ്യൂസും അടിക്കൽ തുടങ്ങി. അപ്പൊ 6 മണി ആയി കേട്ടോ. ഇനിയൊരു ചടപൊടി ആയിരിക്കും 6 മണി ആയാല്. അപ്പൊ സമയം വേഗം പോകും. അത്താന്റെ കൊക്കവട പൊരിച്ചുകൊണ്ട് കേട്ടോ. പൊരിച്ചത് ഞാനാണ്, റെഡിയാക്കിയത് ഓളാണ്. പക്ഷെ പൊരിച്ചായ ഏൽപ്പിച്ചത് ഇങ്ങനെയാണ്. ഇനി ഇതും പൊരിച്ചിട്ട് വേണ്ട ചിക്കൻ പൊരിച്ചാന്. ചിക്കൻ പൊരിച്ചാൽ സമയം ഉണ്ടാവും വെക്കും. സാധനങ്ങളൊക്കെ സെറ്റായി നമ്മൾ ടേബിൾമ കൊണ്ടുവന്ന് നിരത്തിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് എന്തൊക്കെയുള്ളത് നോമ്പറക്കാനെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കാരക്ക, നോമ്പറക്കാനുള്ള കാരക്ക ജ്യൂസ് ഇന്ന് മാറിക്കണം കേട്ടോ. ഇന്ന് കക്കരി ജ്യൂസാണ്. 2 ദിവസം നമുക്ക് വത്തക്ക ജ്യൂസ് അല്ലേനോ. ഇന്നലെ മാങ്ങാ ജ്യൂസ്, ഇന്ന് കക്കരി ജ്യൂസാണ്. പിന്നെ കാരക്കപ്പൊരി, കൊക്കവട, പിന്നെ അത് മെയിൻ നമ്മളെ കബ്സയാണ് കേട്ടോ. ഇന്ന് നമുക്ക് പത്തിരി ഒന്നല്ല, കബ്സയാണ്. പിന്നെ ചായ ഉണ്ട്. ചോറായതുകൊണ്ട് ഇന്ന് കട്ടൻ ചായ കേട്ടോ. ഉണ്ടോ, കട്ടനാണ്. എന്നും പാൽ ചായ ഉണ്ടാക്കില്ല. അപ്പോൾ ചോറല്ലേ, അപ്പോൾ ഒന്ന് കട്ടൻ ചായ ആക്കി. പിന്നെ അതിക്കുള്ള മയോണൈസ്, പിന്നെ ചിക്കൻ പൊരി കേട്ടോ. അത്രയൊക്കെ കേട്ടോ നമുക്ക് നോമ്പറക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ചോറിനോടാട്ടോ. ഒന്നും കൂടി ഇഷ്ടം. കാരണം പത്തിരി പോണേലേറെ പോകും നമുക്ക് ചോറായാൽ. നോമ്പറക്കുമ്പോൾ പത്തിരി ആണെങ്കിലും തിന്നു. പക്ഷെ ഒന്നും കൂടി ഇഷ്ടം നമുക്ക് ചോറിനോടാട്ടോ. പത്തിരിനോട് നമുക്ക് അത്ര അങ്ങോട്ട് തിന്നാൻ തിന്നു കേട്ടോ. ഇഷ്ടമില്ല എന്നല്ല,
പക്ഷേ അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ചോറാക്കാന്ന്. അപ്പം ഉമ്മ കപ്സൊക്കെ ഉണ്ടാക്കിക്കണം. അതാകുമ്പോൾ വേഗം പണി തീരും ചെയ്യും. മറ്റേത് പത്തിരി ആകുമ്പോൾ കുറച്ച് നേരം ഉമ്മ സമയം പോലെ. അപ്പോൾ ഇതാകുമ്പോൾ പണി വേഗം തീരും ചെയ്യും. അങ്ങനെ സാധനം കൊണ്ടുവന്ന് നിരത്തിയിരിക്കണം കേട്ടോ. കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, പൊണ്ണും ഉമ്മയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടേക്ക് ഇങ്ങോട്ട് ബാങ്ക് കേൾക്കാൻ പണിയാട്ടോ. പള്ളി കുറേ മുകളിൽ, അപ്പോൾ ബാങ്ക് ഇങ്ങോട്ട് കേൾക്കാൻ കുറച്ചൊരിതാണ്, വേഗം കേൾക്കൂല. അപ്പം ഉമ്മ സിറ്റൗട്ടിൽ പോയിരിക്കുക കേട്ടോ. ബാങ്ക് എന്നാലേ കേൾക്കുള്ളൂ. സുബൈക്ക് കൊടുക്കണ നല്ലോണം കേൾക്കൂട്ടോ. സുബൈ ആകുമ്പോൾ ഒരു ആട്ടും എനക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ സുബൈക്ക് നല്ലോ കേൾക്കും. കുട്ടി നിലവിളിച്ചനാ. അപ്പം നമ്മൾ ചുട്ടുമണി നിലവിളിച്ചുണ്ട്. ബാങ്ക് കൊടുക്കാനാകുമ്പോൾ ഒരു നീച്ചല കേട്ടോ. അപ്പം ആ സിറ്റൗട്ടിൽ പോയിരിക്കുക കേട്ടോ. ബാങ്ക് കൊടുക്കണ കേൾക്കാൻ എന്നാലേ കേൾക്കുള്ളൂ. അകത്താകുമ്പോൾ നമ്മൾ ഈ ഒച്ച ആളും എനിക്കൊന്നും ഇല്ലെങ്കിൽ കേൾക്കും. പക്ഷെ ഇത് നമ്മളെല്ലാവരും കൂടി ഒച്ച വർത്താനൊക്കെ ആകുമ്പോൾ കേൾക്കൂല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ നോമ്പ്. 4ാമത്തെ നോമ്പ് തുറക്കാനായി സമയം. അപ്പോൾ 4ാമത്തെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്കുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ 4 നോമ്പ് കഴിയാനായി. അപ്പോൾ എന്താ നിങ്ങളൊക്കെ വിശേഷം? എങ്ങനെ ഉണ്ട് നിങ്ങളൊക്കെ നോമ്പ്? ഒക്കെ കമൻറ്റ് ഇടേണ്ടി. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് കുട്ടികൾ പോകും കേട്ടോ. പൊണ്ണൂൻ്റെ കുട്ടികളൊന്ന് പോകും. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച പോലും പോകും. ഞായറാഴ്ച വൈകുന്നേരം ഇനി കുഞ്ഞാപ്പ് വരാൻ മതി. ചിലപ്പോൾ നോമ്പറക്കാൻ വരാൻ പറഞ്ഞിന്, പക്ഷേ വന്നില്ല. അപ്പം നോമ്പറന്നിട്ട് വരികക്കാരഞ്ഞാലോ കൂട്ടാൻ കേട്ടോ. അപ്പോൾ ഓലൊന്ന് പോകും. ഇനി തീരെ പെരയിലാട്ടും എനിക്കുണ്ടാവില്ല കേട്ടോ. ഓലുള്ളതിനോട് ഞങ്ങൾ കുറച്ച് പൊരിയൊക്കെ കൂടുതൽ ഉണ്ടാക്കില്ല. ഞങ്ങൾ ഇത്ര ഒന്നും ഉണ്ടാക്കില്ല. ഞാനും ഉമ്മയും പൊണ്ണും ഒറ്റക്കാകുമ്പോൾ ഇത്ര ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഓലുള്ളതിനോട് കുറച്ച് തോന ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഓലൊന്ന് പോകുകയാണ്. അപ്പോൾ ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൽക്കും എനിക്ക് കാരക്കപ്പൊരി ഇഷ്ടമുള്ളൂ കേട്ടോ. പൊണ്ണൂനും ഒന്നും ഇഷ്ടമല്ല കാരക്കപ്പൊരി. ഇമ്മാക്കും അത്ര വലിയ ഇഷ്ടവും കുട്ടികൾക്കും കേട്ടോ കാരക്കപ്പൊരിനോട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ 4ാം നോമ്പിൻ്റെ കേട്ടോ. അപ്പോൾ കൊടുത്തമ്മാ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ അടിക്കുക. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ.